Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാറാണ് മകളെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതോടുകൂടി നിങ്ങൾ 5 മാർക്ക് ഉറപ്പിക്കുകയാണ്. 5 മാർക്സ് ഗ്യാരണ്ടീഡ്. സോ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂറോണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻറ്റും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് എന്ത്, നമ്മുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന പാഠഭാഗം. ആ പാഠഭാഗത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചുരുങ്ങിയ സമയത്തിൽ ഈ 5 മാർക്കും നമ്മൾ നേടിയെടുക്കാൻ റെഡിയല്ലേ നിങ്ങൾ? നമ്മൾ നേടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, റെഡി, തുടങ്ങാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നിങ്ങൾ മറക്കൂലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, തുടങ്ങാം നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് a neuron and label the following on it. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ന്യൂറോണിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചതിന് ശേഷം താഴെ പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. സോ ഫിഗർ വരക്കാൻ പറഞ്ഞ ഫിഗർ വരക്കണം. അതിനുശേഷം ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ന്യൂക്ലിയസ്, ആക്സോൺ, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ന്യൂറോണിനെ വരച്ചെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യമായി തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ആദ്യമായി നമുക്ക് സെൽ ബോഡി എന്ന് പറയുന്ന ഭാഗമാണ് വരയ്ക്കേണ്ടത്. സെൽ ബോഡി ഞാൻ വരക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഈ വരച്ചിരിക്കുന്നതാണ് സെൽ ബോഡി. ഇത് വരക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എല്ലാവർക്കും വരക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് വരക്കാൻ സാധിക്കും. അതാണ് സെൽ ബോഡി എന്ന് പറയുന്ന ഭാഗം. ഈ സെൽ ബോഡിക്കകത്ത് ന്യൂക്ലിയസ്, ബിക്കോസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ വരക്കുന്നത് എന്തിനെയാണ്? ന്യൂറോണിനെയാണ് അല്ലേ? ന്യൂറോണിനെയാണ് നമ്മളിപ്പോൾ വരക്കുന്നത്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നെർവ് സെല്ലാണ്. ന്യൂറോണിൻ്റെ മറ്റൊരു പേരാണ് നെർവ് സെല്ല്. അതായത് നെർവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നെർവ് സെല്ല് അഥവാ ന്യൂറോൺ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് കാണുക, ഇത് സെല്ലല്ലേ? അപ്പോൾ സെല്ലാവുമ്പോൾ അതിനൊരു ന്യൂക്ലിയസ് വേണം. ആ ന്യൂക്ലിയസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ന്യൂറോണിൻ്റെ അഥവാ നെർവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ്. വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇവിടെ ന്യൂക്ലിയസ് പോലെ തന്നെ ഇവിടെ സൈറ്റോപ്ലാസവും കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, റെഡി? ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു ന്യൂറോണിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ, ഞാൻ വരയ്ക്കുന്നുണ്ട്, ഒന്ന് കളർ മാറ്റി കൊടുക്കട്ടെ. യെസ്, ഈ ഒരു കളർ എടുക്കാം. ഇത്രയും ഭാഗത്തെയാണ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽ ബോഡി എന്ന് പറയും. എന്താ പറയുക? സെൽ ബോഡി. സെൽ ബോഡിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൈറ്റോൺ. സൈറ്റോൺ വേറെയും പേരുണ്ട്, പക്ഷെ ഇത് പഠിച്ചു വെക്കുക. സെൽ ബോഡി, സൈറ്റോൺ. സെൽ ബോഡി, സൈറ്റോൺ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ആണ്. അപ്പോൾ ഈ സെൽ ബോഡി അഥവാ സൈറ്റോൺ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് ഫിലമെൻറ്റുകൾ അറൈസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു ഫിലമെൻ്റ് അറൈസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫിലമെൻ്റ് അറൈസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫിലമെൻ്റ് അറൈസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഫിലമെൻ്റ് അറൈസ് ചെയ്ത് വരുന്നുണ്ട്, ഇവിടെയും ഫിലമെൻ്റ് അറൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിലമെൻറ്റുകളിൽ ഈ ഒരു ഫിലമെൻ്റ് നോക്കുക, ശ്രദ്ധിച്ച് നോക്കണേ. ഈ ഒരു ഫിലമെൻറ്റിന് നീളം കുറച്ച് കൂടുതലാണ്. എല്ലാവർക്കും കാണാമല്ലോ, എല്ലാവർക്കും കാണാം. ഇവിടെ ഈ ഒരു ഫിലമെൻറ്റിന് നീളം കൂടുതലാണ്. ഇവിടെയുള്ള ഫിലമെൻറ്റുകൾക്കെല്ലാം തന്നെ നീളം കുറവാണ്. ഈ നീളം കൂടിയ ആ ഫിലമെൻറ്റിനെ, നീളം കൂടിയ ഈ ഫിലമെൻറ്റിനെ ശ്രദ്ധിക്കണേ, വിളിക്കുന്ന പേരാണ് ആക്സോൺ. റെഡി? നീളം കൂടിയ ഫിലമെൻറ്റിനെ വിളിച്ച പേരെന്താണ്? ആക്സോൺ എന്ന് വിളിച്ചു.
The longest filament arising from the cell body is called axon. ഇനി ഷോർട്ടസ്റ്റാ, ഇതൊക്കെ ഷോർട്ടസ്റ്റ് ഫിലമെന്റ് അറൈസിങ് ഫ്രം ദ സെൽ ബോഡി. ആ ഷോർട്ടസ്റ്റ് ഫിലമെന്റ് അറൈസിങ് ഫ്രം ദ സെൽ ബോഡി ഈസ് കോൾഡ് ഡെൻഡ്രോൺ. Ready? Dendron. I hope it is clear. The longest filament arising from the cell body is called axon, and the shortest filament arising from the cell body is called dendron. ഈ ഡെൻഡ്രോണിന് ബ്രാഞ്ചസ് ഉണ്ട്. ഡെൻഡ്രോണിന് എന്തുണ്ട്? ബ്രാഞ്ചസ്. So I am drawing branches to the dendron. Ready? എല്ലാ ഡെൻഡ്രോണിനും ഞാൻ എന്ത് വരച്ചു കൊടുത്തു? ബ്രാഞ്ചസ് വരച്ചു കൊടുത്തു. ബ്രാഞ്ചസ്. ദ ബ്രാഞ്ചസ് ദറ്റ് അറൈസിങ് ഫ്രം ദി ഡെൻഡ്രോൺ. ആ ഡെൻഡ്രോണിൽ നിന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ഈ ബ്രാഞ്ചസ്. ഈ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ്. ഓക്കെ, ബ്രാഞ്ച് ഓഫ് ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. അങ്ങനെയാണെങ്കിൽ ലോങ്ങസ്റ്റ് ഫിലമെൻ്റായ ആക്സോണിനും എന്തുണ്ടാവും? ബ്രാഞ്ച് ഉണ്ടാവും. സോ ആക്സോണിനും ബ്രാഞ്ച് ഉണ്ട്, ആൻഡ് ദിസ് ഈസ് ദ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിനെ, ഈ ആക്സോണിൻ്റെ ബ്രാഞ്ചിനെ നമുക്ക് ആക്സോണൈറ്റ് എന്ന് വിളിക്കാം. ആക്സോണൈറ്റ്. സോ ആക്സോൺ ബ്രാഞ്ച് ആക്സോണൈറ്റ്, ഡെൻഡ്രോൺ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ്. At the end of axonite, we can see so many bulged regions like this. ഒരുപാട് വീർത്തിരിക്കുന്ന ഭാഗങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായി that bulged region is called synaptic knob. എന്നെ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് നോബ് എന്നാണ്. സിനാപ്റ്റിക് നോബ്. It is called as what? Synaptic knob. That bulged region seen at the end of the axonite is called as synaptic knob. Clear? It will secrete some chemical called as neurotransmitter. Ready? And axonine പൊതിഞ്ഞുകൊണ്ട്, സോ നമുക്ക് ആക്സോൺ ഉണ്ടല്ലേ, ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആയിട്ട് അവിടെ ആക്സോൺ ഇങ്ങനെ നിൽക്കുകയാണ്. സോ അതിനെ പൊതിഞ്ഞുകൊണ്ട് we have got an insulating sheath covering the axon. ഞാൻ ഈ പച്ച നിറത്ത് കാണിക്കുന്നത് ആ ഷീത്താണ്. ഓക്കെ, എല്ലാം കാണാലോ? കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാണാമല്ലോ? യെസ്, ദിസ് ഈസ് കോൾഡ് ആസ് മൈലിൻ ഷീത്ത്. Myelin sheath, which is made of a cell called as Schwann cell. Made of what? Schwann cell. Schwann cell. Okay, so this is the structure of neuron. Everything completed. So cell body, and from the cell body, shortest filament as well as longest filament is there. Longest filament arising from the cell body, that is this axon. Shortest filament arising from the cell body is called as dendron, and shortest filament dendron has got the branches called dendrite. Longest filament axon also has got branches called axonite. At the end of axonite there are some bulged regions called synaptic knob, and axon is covered by myelin sheath which act as electrical insulator and is made of Schwann cell. I hope this is clear. ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ അവസാന ഭാഗം, അത് ആക്സോണൈറ്റും സിനാപ്റ്റിക് നോബും ഒരുമിച്ച് നെർവ് എൻഡിങ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, അങ്ങനെ നമുക്ക് പറയാം. നെർവ് എൻഡിങ്.
നെർവ് എൻഡിങ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആക്സോൺ ടെർമിനൽസ് എന്നും കൊടുക്കാം. ആക്സോൺ ടെർമിനൽസ് ഓർ നെർവ് എൻഡിങ് എന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാൻ വേണ്ടി പറ്റും. സോ ഫിഗർ ഈസ് കംപ്ലീറ്റഡ്. സോ നമ്മളിപ്പോൾ ന്യൂറോണിൻ്റെ ഫിഗർ വരച്ച് കഴിഞ്ഞു. ഫിഗർ ഈസ് കംപ്ലീറ്റഡ്. സോ ഫിഗർ വരക്കുമ്പോൾ നമുക്ക് ആ ഫിഗർ ജസ്റ്റ് വരച്ചാൽ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് 1 mark. Then labeling is the next task. We need to label dendrite, cell body, nucleus and axon. So dendrite already labeled here. So I will put a rectangle. So dendrite is done. Okay, dendrite is done. Then cell body zyton is done. Yes, so half mark, 1 mark you got. Then nucleus, we need to draw nucleus also. We need to label, not drawing is done, but the next thing is to label nucleus. Okay, where is the nucleus? I told you this is our nucleus inside the cell body. Cell body ku ullil namak endundu, നമുക്ക് nucleus ഉണ്ട്. ആ ന്യൂക്ലിയസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ബോക്സിലിട്ട് വെക്കാം. ഓക്കെ, അതും ഡണ്ണ്. അപ്പോൾ അതും ഡണ്ണ്. പിന്നെ അടുത്ത ഫൈനൽ ആക്സോണും ബോക്സിലാക്കണം, ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ലാസ്റ്റ് വൺ ഈസ് ആക്സോൺ ഈസ് ഓൾസോ ലേബൽഡ്. So for drawing you will get 1, then for labeling half means all total you will be getting 2 plus 1 3 mark. 3 മാർക്ക് നമുക്ക് ഇവിടെ അനായാസം നേടി. ഇവിടെ 2 മാർക്ക്, അവിടെ 1 മാർക്കും നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ 2ഉം അവിടുത്തെ 1ഉം ടോട്ടലി 3 മാർക്ക് ഇവിടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നെയിം ദ പാർട്ട് ഓഫ് ന്യൂറോൺ. ഇവിടെ നെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഭാഗങ്ങളുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. വേർ ഇൻഫോർമേഷൻ ഈസ് അക്വയർഡ്. സോ നമ്മുടെ ന്യൂറോണ്, ഇപ്പോൾ നമുക്കറിയാം ഇൻഫോർമേഷൻ ക്യാരി ചെയ്യാനാണ് ന്യൂറോണിൻ്റെ ഹെൽപ്പ്, അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ നീഡെന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലേ, ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്. അതാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്, ശരിക്കും മെസ്സേജസ് തന്നെയാണ്. അപ്പോൾ ഈ മെസ്സേജസ് അക്വയർ ചെയ്യുന്ന ഭാഗം ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടതും ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വരച്ച് പോകുന്നുണ്ട്. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചപ്പോൾ നോക്കിക്കോളൂ, പെട്ടെന്ന് വരക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റെഡിയാണ്. ഒരു ന്യൂറോണിനെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് റഫായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഭാഗം. ഡെൻഡ്രൈറ്റ് ആണല്ലോ. ഇതാണ് നെർവ് എൻഡിങ്. ഇവിടെയാണ് നെർവ് എൻഡിങ് എന്ന് പറയുന്നത്. നെർവ് എൻഡിങ് ഇവിടെയാണ്. അപ്പോൾ എപ്പോഴും ഇമ്പൾസ് മെസ്സേജ് സഞ്ചരിക്കുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഞാൻ ഈ പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, അതായത് ഡെൻഡ്രൈറ്റ് വഴി ഡെൻഡ്രോണിലേക്ക് പോയി സെൽ ബോഡിയിലേക്ക് എത്തി, അവിടുന്ന് എക്സോൺ വഴി ഇങ്ങനെ വന്ന് എക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലേക്ക് അല്ലെങ്കിൽ നെർവ് എൻഡിങ്ങിലേക്കാണ് ഇമ്പൾസ് പോകുന്നത്. അപ്പോൾ ഇമ്പൾസ് ഈ ഡയറക്ഷനിൽ മാത്രമേ പോവുള്ളൂ, ഒരിക്കലും ഇങ്ങയൊരു ഡയറക്ഷനിൽ തിരിച്ചു വരില്ല. എപ്പോഴും പോകുന്നത് ഈ ഒരു ഡയറക്ഷൻ മാത്രമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ന്യൂറോണിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഇൻഫോർമേഷൻ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. അപ്പോൾ അത് ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്ന ഭാഗം എപ്പോഴും എന്തായിരിക്കും, ഡെൻഡ്രൈറ്റ്. അവിടെ കെമിക്കൽ ഫോമിലാണ് റിസീവ് ചെയ്യുന്നത്, അതിനുശേഷം ഇലക്ട്രിക്കൽ ഫോമിലായിട്ട് അത് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അറ്റത്ത് സിനാപ്റ്റിക് നോബിൽ നിന്നാണ് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് വരേണ്ടത്. അപ്പോൾ അവിടെ കെമിക്കൽ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ എപ്പോഴും അക്വയർ ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡെൻഡ്രൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കണം. ഡെൻഡ്രൈറ്റ്. ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും എൻഡിലുള്ള സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് സിനാപ്റ്റിക് നോബ്, ഏറ്റവും ലാസ്റ്റ് കാണുന്ന ബൾജ്ഡ് റീജിയൻസിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിച്ചത്. ഇത് എവിടെയുണ്ട് സിനാപ്റ്റിക് നോബ്, കണ്ടില്ല എല്ലാവരും? സിനാപ്റ്റിക് നോബ് എവിടെയുണ്ട്? സിനാപ്റ്റിക് നോബ്
ആ സിനാപ്റ്റിക് നോബാണ് ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാണ്? സിനാപ്റ്റിക് നോബാണ്. അസറ്റൈൽ കൊളൈൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സാമ്പിളാണ് അസറ്റൈൽ കൊളൈൻ. അടുത്ത ഇമ്പൾസ് ഈസ് ക്യാരിഡ് അവേ ടു ദ നെർവ് എൻഡിങ്ങിലേക്ക് ഇമ്പൾസ് കൊണ്ടുവന്നത് ആരാണ്? ദിസ് ഈസ് ദ നെർവ് എൻഡിങ്. അവിടേക്ക് ഇമ്പൾസിനെ കൊണ്ടുവന്നത് ആക്സോൺ ആണ് കൊണ്ടുവരിക. സോ ആക്സോൺ ഈസ് ദ ആൻസർ ദെയർ. ലോങ്ങസ്റ്റ് ഫിലമെന്റ് അറൈസിംഗ് ഫ്രം ദ സെൽ ബോഡി, അഗെയിൻ ഇറ്റ് ഈസ് ആക്സോൺ ഓൺലി. Longest filament arising from the cell body, this is the cell body. Longest filament arising is always axon, and the shortest filament arising is dendron. So overall you will be getting 1 mark, 2 mark, 5 marks guaranteed. So 5 marks നിങ്ങൾക്ക് ലഭിച്ചു. ഇവിടെ 3 മാർക്ക് നമ്മൾ പഠിച്ചു. ഇവിടുത്തെ ഹാഫ് വെച്ചിട്ട് 2 മാർക്കും നമ്മൾ പഠിച്ചെടുത്തു. സോ ഇന്നത്തെ കോണ്ടന്റ് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ന്യൂറോണിനെ എളുപ്പത്തിൽ വരച്ചെടുക്കുമല്ലോ നിങ്ങൾ. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾ പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.